നമസ്കാരം, N4 ന്യൂസിലേക്ക് സ്വാഗതം. ജാതി മതവർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വയനാടിനെ ചേർത്ത് പിടിച്ച് മലപ്പുറം ജില്ലയിലെ അരീക്കോടിൻ്റെ ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികൾ 2024 ഓഗസ്റ്റ് 7 ഓടിക്കിട്ടുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അരീക്കോട്ടിലെ ഓട്ടോ തൊഴിലാളികൾ ഒരു ദിവസത്തെ തൊഴിലാളികളുടെ വരുമാനം നൽകാനുള്ള യാത്രയിൽ 50ഓളം പേർ പങ്കെടുത്തു. മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകുന്ന മാതൃകാപരമായ ഈ പരിപാടി അരീക്കോട് CI സിജിത് വി ഉദ്ഘാടനം ചെയ്തു. രാവിലെ അരീക്കോട് ഞാൻ വന്ന് ഒരു 10-15 ദിവസമാകും. പല മേഖലയിലും മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് ഈ വയനാട് ദുരന്തത്തിൽ ഞാൻ കണ്ടത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ കേരളത്തിൽ വലിയ രീതിയിലേക്ക് അവസരങ്ങൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഭക്ഷണം കഴിക്കുന്നത്. അവിടെ ഒരു ബോർഡുണ്ടായിരുന്നു, ഇന്നത്തെ കളക്ഷൻ വയനാടിൻ്റെ പോലെ പുതുതായി ഉപയോഗിക്കുന്നതായി കാണുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ആശയം കത്തുകെട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ അതിലും വലിയൊരു മാതൃക നിങ്ങൾ ഓട്ടോ തൊഴിലാളികൾ കാണിച്ചത് വളരെ അഭിനന്ദിക്കുന്നു. അരീക്കോട് പോലീസിൻ്റെ എല്ലാവിധ പ്രദീപ് കുനൂർ, മുനീബ് കരിങ്ങാഞ്ചേരി, CK അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 6-7 ദിവസങ്ങളിൽ ഓട്ടോ ഓടിക്കിട്ടുന്ന മുഴുവൻ തുകയും മലപ്പുറം ജില്ലയിലെ ഓട്ടോ തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുഴുവൻ തുകയും സമാഹരിച്ചതിന് ശേഷം കലക്ടർക്ക് കൈമാറും. കൊടിയത്തൂരിന് വന്ന് ഓടിയാണ്ടാണ് ഇതിന് വേണ്ടി ഉണ്ടാക്കണല്ലേ? അല്ല, അത് ആരാത് ഫസ്റ്റ് തുടങ്ങണത്? ഫസ്റ്റ് തുടങ്ങണത് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരൻ തന്നെയാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങിയത്. അതിന്റെ അല്ല, അത് എല്ലാവരും കൂടി തീരുമാനിച്ചതാ? എല്ലാവരും കൂടി തീരുമാനിച്ചൊരു പദ്ധതിയാണ്. ഇതിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതാക്കാം. അപ്പൊ ചില നമ്മളെ മാനുപ്പാറിന് ഒരുത്തുണ്ട്, അരി തട്ടമുള്ള അവനൊക്കെയാണ് ഇതിന്റെ ആള്. അപ്പോൾ മാനുപ്പ, ഇപ്പോൾ അത് തുടങ്ങാനല്ല, ഈ കൈത്താങ് വയനാടിനും വേണ്ടി തുടങ്ങാനല്ല കാരണം എന്താ? നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിപ്പോൾ ആരും തുടങ്ങാത്തൊരു കാര്യമാണല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം. കാരണം അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാം. അത് ഇനി 1 രൂപ കൊടുക്കണം എത്രയായാലും അവർക്ക് കിട്ടുന്ന കോലത്തിൽ നമുക്ക് എത്തിക്കാൻ കഴിയും. കുടുംബത്തിനെ അത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ ഒരു ദിവസത്തെ വരുമാനം ഈ ഓട്ടോറിക്ഷക്കാർ ഇന്നിപ്പോൾ ഒരു 60ഓളം ഡ്രൈവേഴ്സ് നമ്മളെ കൂട്ടത്തിൽ അണിനിരന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് പല ആൾക്കാരും ഇതേമാതിരി വരട്ടെ. അവർക്ക് വയനാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ല, അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ പ്രവർത്തനം വേറെ ചെയ്തിട്ടുണ്ടോ? മുന്നേ ഞങ്ങൾ പല പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ നമ്മൾ പ്രളയ ഫണ്ട്, ഇതിൻ്റെ മുന്നത്തെ പ്രളയത്തിന് നമ്മൾ ഇതേമാതിരി ഒരു ദിവസത്തെ വേതനം ഓടിയിട്ടുണ്ട്. പിന്നെ കരൾ മാറ്റി വെക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു ദിവസത്തെ വരുമാനം അങ്ങനെ കൊടുക്കും. പിന്നെ പല അസുഖങ്ങൾക്കും ഞങ്ങൾ ഓരോ ദിവസത്തെ വരുമാനം വെച്ചിട്ട് ഡ്രൈവേഴ്സിന് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ CIT അങ്ങനെ യൂണിയൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? യൂണിയന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അല്ല, ചില വണ്ടികൾക്ക് ഈ പിന്നെ ഇത് വന്നിട്ടില്ല, നമ്മളെ പരസ്യത്തിൻ്റെ ബോർഡ് ഇത് കണ്ടില്ല, അതുകൊണ്ട് ചോദിക്കാണ്. ഡ്രൈവേഴ്സ് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും കൂടിയാണ്. കുറച്ച് ആൾക്കാർ നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിലും ഒരുവിധം 90% ആൾക്കാർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളെ ഈ പോലീസ് സ്റ്റേഷൻ ട്രാക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തിട്ടുള്ളത്. ഈ ട്രാക്കിന്നല്ലേ? പോലീസ് സ്റ്റേഷൻ ട്രാക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തിട്ടുള്ളത്. നമ്മൾ കണ്ട് ഇവിടുത്തെ ഓട്ടോകളുടെ നീളം ഇവിടെ നിന്ന് തൊട്ട് ഏകദേശം നമ്മളെ ഗവൺമെൻറ് ആശുപത്രി വരെ ഇതിൻ്റെ നീളമുണ്ട്. ഓരോ 30 റുപ്യേൻ്റെ ചെറിയ ചെറിയ ഓട്ടങ്ങൾക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ നാട്ടുകാരും ഇതിൽ ഇനിയും ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓട്ടോറിക്ഷ കയറി എല്ലാവരും സഹായിക്കണമെന്ന്